കണ്ണുകളെ അടച്ച് ഈ ഒരു നല്ല പ്രാർത്ഥനയുടെ സമയത്ത് ദൈവ സാന്നിധ്യത്തിൻ്റെ വലിയൊരു അനുഭവം നമ്മുടെ അകത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്ന ഏറ്റവും നല്ലൊരു മിനിറ്റുകൾ, മണിക്കൂറുകളായി ഇത് മാറട്ടെ. ഈ ശബ്ദം കേൾക്കത്തക്ക വിധം ഇതിൻ്റെ 4 സൈഡുകളിൽ നിൽക്കുന്ന എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്ന അനുഭവവും തിന്മയുടെ ഏതെങ്കിലും സ്വാധീനങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ അത് ജീവിതത്തിൽ നിന്ന് പൊട്ടി പോകുന്ന വലിയൊരു വിടുതൽ അനുഭവിക്കുന്ന അനുഭവം നമുക്ക് ഇന്നേ ദിവസം അനുഭവിക്കാൻ കഴിയണം. കണ്ണുകളടച്ച് ഈ ഗാനത്തിന്റെ വരികളോട് ചേർന്ന് പ്രാർത്ഥിച്ചു.
മഹത്വവും ഞങ്ങൾ ദൈവത്തിന് നൽകുന്നു. ഈ ആലയത്തെ ഓർത്ത് നന്ദി. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ അൾത്താരെ, ഈ ഒരു സ്ഥലത്തെ ഓർത്ത് നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട പട്ടത്തച്ഛൻ്റെ ആ ഒരു ശുശ്രൂഷയുടെ, ആ അഭിഷേകത്തിൻ്റെ ആ ഒരു തണലിൽ നിന്നുകൊണ്ട് തന്നെ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ ഈ കാലഘട്ടത്തിൽ അനുഗ്രഹമായി കൊണ്ടിരിക്കുന്ന ഒരാലയവും വൈദികരും ശുശ്രൂഷകരുമാണ് ഈ ആലയത്തിലുള്ളത്. ഇവിടെ നിന്ന് ഉയരുന്ന മീഡിയയിലൂടെയൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷകൾ അത്ഭുതമായി മാറുകയാണ്. അനേകരുടെ ഹൃദയങ്ങളെയാണ് ദൈവം തൊടുന്നത്. കർത്താവേ, പ്രാർത്ഥനയോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, എളിമയോടെ അങ്ങയുടെ സന്നിധിയിൽ ക്രിസ്തുവിൻ്റെ, യേശുവിൻ്റെ ഒരു ദാസൻ എന്ന നിലയിൽ നിന്നുകൊണ്ട്, ഒരു ധ്യാന ഗുരു എന്ന നിലയിലല്ല, യേശുവിൻ്റെ ഒരു ദാസനായി നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയിൽ ഞാൻ ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവേ, നന്ദി. ഇരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ഈ വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ വചനം ശ്രദ്ധിച്ചിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കും ഈ വചനത്തിലൂടെ. എന്നറിയാമോ? 8-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിന്റെ ഹെഡിങ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. അതിൽ നിന്ന് നമ്മളറിയുന്ന ആർക്കും ഈ ലോകമില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനത് വായിക്കണം, എന്തിനത് പ്രസംഗിക്കണം? പക്ഷേ ഇവിടെ കാണുന്ന പ്രത്യേകത, ആരും തൊടാൻ ഇഷ്ടപ്പെടാത്ത ഒരാളെ യേശു കൈ നീട്ടി തൊട്ടുവെന്നാണ്. ആ രോഗം എനിക്കില്ലായിരിക്കാം, പക്ഷെ ഇതുപോലൊരു തൊടൽ ഈ ആദ്യ ദിവസം എനിക്ക് കിട്ടണം. ഹല്ലേലൂയ. ആരെങ്കിലുമൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? ദൈവം ഒരിക്കലും, യേശു ഒരിക്കലും ഒരാളെയും മാറ്റി നിർത്തില്ലല്ലോ, അവഗണിക്കുക. ആ ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു തണലിലും കൂടാരത്തിലുമാണ് വന്ന് കയറിയിരിക്കുന്നത്. ആ വചനം ഞാൻ വായിക്കാം. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട് ജനക്കൂട്ടം എന്നല്ല, വലിയൊരു ജനക്കൂട്ടം. അതൊരു വിശേഷണമായി കൊടുത്തിരിക്കുന്ന വാക്കാണ്. നമ്മൾ എന്തായാലും ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കാമെന്ന്. വലിയൊരു ജനക്കൂട്ടം എന്നാണ്. ഇപ്പോൾ ഈ ആലയത്തിലുള്ളവരെ നോക്കി വലിയൊരു ജനക്കൂട്ടം എന്ന് ഞാൻ പറയില്ലായിരിക്കാം. ധാരാളം ജനങ്ങൾ ഉണ്ട്. വലിയൊരു ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് ഒരുപാട് ദൂരമാണ്. വലിയൊരു ജനക്കൂട്ടം അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി, അടുത്ത വാക്ക് നമുക്ക് ഈ ഗൗരവമുള്ളൊരു വാക്കാണ്. ഒരു കുഷ്ഠരോഗി ബൈബിളിൽ വായിച്ച് അടുത്തു വന്നു. ഒരു കുഷ്ഠരോഗി അടുത്തു വന്നു. കുഷ്ഠരോഗിനെ ഒന്നും 7 അയൽവക്കം തടുപ്പിക്കത്തില്ല. ചിലർ പറയില്ലേ, ആ ഗേറ്റിന്റെ അപ്പുറത്ത് പോലെ പറഞ്ഞുവിട്, ആ അടിച്ചു മരിക്കാത്തൊന്നും അവരെ കയറ്റരുത്. 7 അയൽവക്കത്ത് പോലും നിർത്താൻ പറ്റില്ല. കുഷ്ഠരോഗികൾ അത് മാറ്റി നിർത്തുന്ന ദുർഗന്ധം മൂക്ക് പൊത്തിക്കൊണ്ടാണ് ഓടും. കൈകാലുകളിൽ രോഗം വന്ന് മുറിഞ്ഞ് ചീരി ഇല്ലാതാകുന്ന അവസ്ഥ. അങ്ങനെ വലിയൊരു രോഗമുള്ള ഒരു മനുഷ്യൻ എവിടെ വന്നു? യേശുവിന്റെ അടുത്തേക്ക് വന്നു. അവിടെയാണ് ജീവിതത്തിന്റെ വഴിത്തിരിവ്. അപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് എവിടെയോ അല്ല, യേശുവിന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിലാണ്. ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന പ്രശ്നം എന്താണെന്ന് ജനക്കൂട്ടത്തിന് അറിയില്ലെങ്കിലും യേശുവിനറിയാം. യേശുവിനറിയാം. ഹല്ലേലൂയ. അടുത്ത വാക്ക് എഴുതിയിരിക്കുകയാണ്. താണു വണങ്ങി. ഇനി വണങ്ങാനൊന്നുമില്ല, അതിനേക്കാൾ രോഗം ആൾക്കാരൊക്കെ ഓടിച്ചു വിടുന്നയാളാണ്. എന്നിട്ട് താണു വണങ്ങി പറഞ്ഞു. എന്താ പറഞ്ഞത്? അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തുവാൻ കഴിയും. എന്തുണ്ടെങ്കിൽ
അപ്പോൾ എങ്ങനെയാണ് ആ വാക്ക് എഴുതിയിരിക്കുന്നത്? മനസ്സുണ്ടെങ്കിലെന്ന്. ഇങ്ങനെയൊരു രോഗാവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ ദൂരെ നിന്ന് കാണാൻ പോലും ആർക്കും മനസ്സിൽ ഇഷ്ടമല്ല. അപ്പോൾ അതേ സ്ഥലത്തും സാഹചര്യവും മനസ്സിൽ കണ്ടിട്ട് ഈ കുഷ്ഠരോഗി ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ തുടർന്നൊന്നും പറഞ്ഞില്ല, എന്നെ ശുദ്ധനാക്കാൻ കഴിയും. നിങ്ങൾ പ്രാർത്ഥിച്ചു. നിങ്ങൾ ഈ ആലയത്തിലേക്ക് പല കാര്യങ്ങളും ക്രമീകരിച്ച് ഈ ജെറുസലേം ധ്യാന കേന്ദ്രത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ ആലയത്തിലേക്ക് കയറി വന്നത് ദൈവമേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ രോഗം മാത്രമല്ല, എന്റെ കണ്ണുനീർ, ഞാൻ അനുഭവിക്കുന്ന വലിയ വലിയ പ്രതിസന്ധികൾ, വലിയ വലിയ വെല്ലുവിളികൾ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, അങ്ങേക്ക് കഴിയുമെങ്കിൽ എന്താ യേശു ഉത്തരം പറഞ്ഞത്? നോക്കിയിട്ട് വായിച്ച് 4-ാമത്തെ വാക്യം. യേശു കൈ നീട്ടി അവരെ സ്പർശിച്ചുകൊണ്ട് അവരെ തൊട്ടു. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഇതേ ദൈവം നിങ്ങളെ തൊടും. ഇതേ യേശു നിങ്ങളെ കൈ നീട്ടി തൊടുമെന്ന്. രോഗത്തെ മാത്രമല്ല, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം പലരും നോക്കിയിട്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല. യേശു അത് തൊടും. യേശു തൊടുന്ന സമയത്തിന്റെ പേരാണ് സൗഖ്യത്തിന്റെ സമയം, വിടുതലിന്റെ സമയം, അനുഗ്രഹത്തിന്റെ സമയം, വഴിയുടെ സമയം. മനുഷ്യന് തൊട്ടാൽ തീരുന്ന പ്രശ്നമല്ല ഇത്. ഇതേതെങ്കിലും ഒരു നേതാക്കന്മാർ തൊട്ടാൽ തീരുന്ന പ്രശ്നമല്ല. ഇത് ദൈവം തന്നെ തൊടുമ്പോഴാണ് ഈ വിടുതൽ സംഭവിക്കുന്നത്. യേശു കൈ നീട്ടി. അവിടെ എത്ര ദൂരത്തായിരുന്നു യേശു ഈ രോഗിയുള്ളത്? കൈ നീട്ടിയാൽ തൊടാൻ കഴിയത്തക്ക അത്രയും അടുത്ത്. കുഷ്ഠരോഗിയുടെ അടുത്തൊന്നും ആരും നിൽക്കാൻ ഇഷ്ടപ്പെടില്ല. ഭയങ്കര ദുർഗന്ധമാണ്. പിന്നെ കാണുമ്പോൾ തന്നെ അത് മനസ്സിന് പലർക്കും ഇഷ്ടക്കേടുണ്ടാകും. അതുകൊണ്ട് മാറിപ്പോകും. യേശു അവന്റെ അടുത്ത് വന്നു നിന്നു. എന്നിട്ട് ദൂരെ നിന്ന് സുഖമാകട്ടെ എന്നല്ല, കൈ നീട്ടി അവനെ തൊട്ടു. നിങ്ങൾ എല്ലാവരും മനസ്സുകൊണ്ട് വിശ്വസിക്കണം, യേശു എന്നെ തൊടുമെന്ന്. യേശു എന്റെ കുടുംബത്തെ തൊടും. എവിടെയോ നിന്നല്ല, എന്റെ മുമ്പിൽ നിന്ന്, എന്റെ കൈയെത്തുന്ന ദൂരത്ത് ദൈവ സാന്നിധ്യമുണ്ട്. അതാണ് ഈ വചനം നിങ്ങളുടെ ചെവികളിൽ മുഴങ്ങാൻ കാരണം. യേശുവിന്റെ സാന്നിധ്യമുണ്ട്. നിന്റെ കുടുംബ പ്രശ്നം യേശുവിന്റെ മുമ്പിൽ നിന്ന് കൊണ്ടുവരണം. നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എവിടെയെങ്കിലും വെച്ച് കാര്യമില്ല, യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, മനസ്സുണ്ടെങ്കിൽ എന്റെ ഈ കാര്യത്തിൽ യേശു കൈ നീട്ടും. യേശു കൈ നീട്ടി അതിൽ തൊടും. അതിന്മേൽ സംഭവിക്കുന്നത് വിടുതലാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഇത് വിശ്വസിച്ച് ഏറ്റെടുത്താൽ ഇതെന്റെ അനുഭവമായിരിക്കും. ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ ഇതൊരു ഭാഷണായി കേട്ടിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്, ദൈവവചനം പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാൻ, ഒരു വീട് കിട്ടാൻ വേണ്ടി മാത്രമല്ല. ജോലി കിട്ടാനും വീട് കിട്ടാനും മാത്രം വചനം പ്രസംഗിക്കുന്ന കാലമാണിത്. ഞാൻ പ്രസംഗിക്കുന്നത് ജോലി കിട്ടാൻ, വീട് ശരിയാകാൻ, ആ പരീക്ഷ പാസ്സാകാൻ വേണ്ടി മാത്രമല്ല. യേശു വചനം പ്രസംഗിക്കാൻ പറഞ്ഞത് ഒറ്റ നിയോഗത്തിന് വേണ്ടിയിട്ടാണ്. മാനസാന്തരപ്പെടണം, അതാണ് എന്റെ നിയോഗം. അതിന്റെ ചുവടെ എല്ലാം വന്ന് കയറിക്കൊള്ളും. ഞാൻ വചനം പ്രസംഗിക്കുമ്പോൾ ഒരു നിയോഗം, നിങ്ങൾ ആരും നശിച്ചു പോകരുത്, നിങ്ങളുടെ കുടുംബം തകർന്നു പോകരുതെന്ന്. നിങ്ങൾക്ക് നിത്യ രക്ഷ കിട്ടണം, നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിൽ എത്തണം. ഇതൊക്കെ ഒരു നിയോഗമാണ്. എന്നാൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശു കൈ നീട്ടി തൊട്ടതിന് ശേഷമാണോ ആ വ്യക്തി സൗഖ്യമായത്, ജീവിതമായത്, അതോ തൊടുന്നതിന് മുമ്പാണോ? യേശു തൊട്ടതിന് ശേഷമാണ് ജീവിതമായത് ആണോ? അങ്ങനെയാണ് ഒരു കാര്യം കേട്ടത്. ഏതവസ്ഥയിലാണ് തൊട്ടത്? ആ ഏതവസ്ഥയിലാണോ ദുർഗന്ധമുള്ള, രോഗമുള്ള, ശരീരമാകെ വേദന നൽകിക്കൊണ്ടിരിക്കുന്ന, ചെയ്യാൻ തുടങ്ങിയ കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം വന്ന് കൈവിരലുകൾ അറ്ററ്റു പോകും, ദ്രവിച്ച് ഇല്ലാതാകും. ആ അവസ്ഥയിൽ നിന്നോ അതേ അവസ്ഥയിലാണ് തൊട്ടത്.
അങ്ങനെയെങ്കിൽ ഒരു മദ്യപാനി എന്ന നിലയിലായിരിക്കും. ഞാൻ ഒരു മദ്യപാനിയാണല്ലോ ദൈവമേ, എന്നെ ദൈവം തൊടുവോ? നിന്നെ ആയിരിക്കും ദൈവം ഇന്ന് ആദ്യം തൊടുന്നത്. എനിക്ക് വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലാത്ത ആളാണല്ലോ, ദൈവം എന്നെ ഉപേക്ഷിക്കുമോ, ദൈവം എന്നെ ശ്രദ്ധിക്കുമോ? നിന്നെ ആയിരിക്കും ദൈവം ഇന്ന് ആദ്യം കാണുന്നത്. ദൈവം നിന്നെ ആയിരിക്കും ആദ്യം ശ്രദ്ധിക്കുന്നത്. അത്രയും ജനക്കൂട്ടം ഉണ്ടായിട്ട് ആദ്യം ശ്രദ്ധിച്ചത് രോഗിയാണ്, ഈ വ്യക്തിയാണ്. ഒരാളെ പോലും ദൈവം മാറ്റി നിർത്തില്ല, ഒരാളെ പോലും ദൈവം മാറ്റി നിർത്തില്ല. അതുകൊണ്ട് നമ്മുടെ പാട്ടുകാരൻ പാടി, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ, ഈ ദൈവമാണ് എന്റെ ദൈവം ആ പാടിയത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകും. നാളെ എന്റെ സാക്ഷ്യമാണ്. ഇതുപോലെ ഒരു 8-ാം അധ്യായത്തിന്റെ 4 വാക്യങ്ങൾ ഞാൻ എന്റെ ഡയറിയിൽ എഴുതും. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യമാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ 4 വാക്യങ്ങൾ എന്റെ ഡയറിയിൽ ഞാൻ എഴുതും. എന്നെ ദൈവം തൊട്ട വിഷയം, എന്റെ കാര്യത്തിൽ ദൈവം ഇടപെട്ടത്. ഞാൻ ഇനി പറയുന്ന വാക്ക് മറക്കരുത്. കുഷ്ഠരോഗി ആയിരിക്കുന്ന അതേ ആ അവസ്ഥയിൽ തന്നെയാണ് ദൈവം തൊട്ടത്. തൊട്ടതിന് ശേഷമാണ് അവസ്ഥയ്ക്ക് മാറ്റം വന്നത്. ഇന്നും അങ്ങനെ തന്നെയായിരിക്കും, ഇന്നും ഇതുപോലെ തന്നെയായിരിക്കും. ഇതുപോലെ എന്തോ ഒരു കാര്യം ദൈവം നിങ്ങളിൽ നിന്ന് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഷ്ഠരോഗം പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. അവന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒന്ന് അവന്റെ ശരീരത്തിലുണ്ട്. ഇപ്പോ അതാ വിട്ടുപോയത്. ഒന്നും കൂടെ പറയാം. അവന്റെ ശരീരത്തെ തന്നെ നശിപ്പിക്കുന്ന ഒന്ന് ഇപ്പോൾ യേശു തൊട്ടപ്പോൾ അവരെ വിട്ടുപോയി. നിങ്ങളെ തന്നെ നശിപ്പിക്കുന്ന എന്തേലും നിങ്ങളെ അകത്തുള്ളൂ. ഈ ആദ്യ ദിവസം, കൺവെൻഷന്റെ ദിവസം നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചാൽ അത് നമ്മളെ വിട്ടുപോകും. നമ്മളെ നശിപ്പിക്കുന്ന ചിലത്, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന ചിലത്, നമ്മുടെ ഭാവിയെ നശിപ്പിക്കുന്ന ചിലത്, നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന ചിലത്, നമ്മുടെ കുടുംബ ജീവിതത്തെ നശിപ്പിക്കുന്ന എന്തൊക്കെയോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കളയുന്ന എന്തൊക്കെയോ എവിടെയൊക്കെ ഉണ്ട്. നമ്മളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെ വിട്ടുപോകും. നമ്മൾ ദൈവത്തെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ഇതുപോലെ ഒരു തുടരനുഭവിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണം. സമൂഹം ഒറ്റപ്പെടുത്തിയവനാണ് കുഷ്ഠരോഗി. പക്ഷെ യേശു അവനെ ഒറ്റപ്പെടുത്തിയില്ല. സമൂഹം എഴുതി തള്ളിയവനാണ് കുഷ്ഠരോഗി. യേശു അവനെ മാറ്റി നിർത്തിയില്ല. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് നല്ലൊരു ഗാനം പാടി പ്രാർത്ഥിക്കുക. ഇത് പാടുമ്പോൾ കേവലം ഒരു പാട്ട്, കേവലം ഒരു കൈയടി, അത് മാത്രമല്ല. ഈ പാടുന്ന സമയം പ്രാർത്ഥനയാണ്. അത് ദൈവം എന്നെ തൊടുന്ന സമയം. ഈ പാട്ടിലൂടെ ദൈവം എന്നെ തൊടുന്നു, ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ തൊടും. യേശു നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ വന്ന് കയറില്ലായിരുന്നു, ഈ കൂടാരത്തിനകത്ത് വന്നിരിക്കത്തില്ലായിരുന്നു. ഒരാൾ നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുവന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും എഴുതിച്ച് പോകും. 10 മിനിറ്റൊക്കെ ഇരിക്കുമായിരിക്കും, അരമണിക്കൂർ ഇരിക്കുന്നില്ല, വേഗം പോകും, അടുത്ത ജോലിക്ക് പോകും. എന്തുകൊണ്ട്? ഈ ആവി പരവേശമുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ ഇത്രയും നേരം ഇവിടെ ഇരിക്കുന്നു. യേശു നിങ്ങളുടെ ജീവിതത്തെ തൊടാൻ ആഗ്രഹിക്കുന്നു, സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു. എഴുന്നേറ്റ് നിന്ന് ഇത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഈ കുഷ്ഠരോഗിയുടെ സ്ഥാനത്ത് ഇന്ന് ഞാനാണ് വലിയൊരു പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. എല്ലാവരും കണ്ണുകളെ അടച്ച് ഇത് പാടുകയും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി മാറുകയും ചെയ്യണം. ഈ സമയം തന്നെ എല്ലാവരും ഒന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവകരം. നിങ്ങളൊരു മദ്യപാനിയായിരിക്കാം, രോഗിയായിരിക്കാം, പാപിയായിരിക്കാം, പക്ഷെ യേശു നിന്നെ തൊടാൻ ആഗ്രഹമുണ്ട്. ചിലർ പറയും ഞാനൊരു ചീഞ്ഞ മനുഷ്യനാ, ചീത്ത മനുഷ്യനാണ്. സാരമില്ല മുന്നേ, നിന്നെ ദൈവം തൊടാൻ ആഗ്രഹിക്കുന്നത്. ഒരാളോട് അങ്ങനെയാ പറഞ്ഞു, ഞാനൊരു ചീത്ത മനുഷ്യനാണ്, ഞാനൊരു ചീഞ്ഞ മനുഷ്യനാണ്, എന്റെ വീട്ടിൽ പോലും എനിക്ക് ഒരു സ്ഥാനമില്ല. സാരമില്ല, ദൈവം നിന്നെ തൊടുമ്പോ നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായിരിക്കും. അവന്റെ ശരീരത്തിൽ വന്ന് കയറിയത് വലിയൊരു സൗഖ്യമാണ്. വിശ്വസിച്ച് ഏതൊക്കെ പ്രാർത്ഥനകളാണ് മനസ്സിലുള്ളത്, ഏതൊക്കെ നിയോഗങ്ങളാണുള്ളത്. ചില നന്മകൾ നിന്റെ ജീവിതത്തിൽ കയറി കയറി വരുന്ന സമയമാണ്, കയറി കയറി വരുന്ന സമയം. അങ്ങനെയെങ്കിൽ കണ്ണുകളെ അടച്ച് 2 കരങ്ങൾ ഉയർത്തി പിടിച്ച്
ഈ സമയം നമ്മളെല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാവരും ആഗ്രഹിച്ച് ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിച്ച്, കർത്താവേ, എന്റെ ശരീരത്തെയും എന്റെ മനസ്സിനെയും എന്റെ ആത്മാവിനെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച്, എന്റെ ശരീരത്തെയും എന്റെ ആത്മാവിനെയും എന്റെ ആഗ്രഹങ്ങളെയും എന്റെ നിയോഗങ്ങളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ, എന്റെ ശരീരത്തെയും എന്റെ മനസ്സിനെയും എന്റെ ആത്മാവിനെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വലിയൊരു വിടുതലിന്റെ സമയമാണ്. ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ ആരംഭിക്കട്ടെ, ഇപ്പോൾ തന്നെ അടയാളങ്ങൾ സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. രണ്ട് കൈകൾ ഉയർത്തി ശ്രദ്ധിക്കുന്നു. എല്ലാവരും ചേർന്ന് വലിയൊരു വിടുതൽ ലഭിക്കട്ടെ. വലിയ അഭിഷേകം നിങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ. യേശു നിങ്ങളെ തൊടുന്നു. യേശു നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു. യേശു നിങ്ങളെ തൊടുന്നു. ഹല്ലേലൂയ. എല്ലാ ജീവിതങ്ങളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഈ പാടുന്ന സമയം തന്നെ ദൈവത്തിന്റെ ഒരു തൊഴിൽ അനുഭവിക്കുന്നു. ഈ പാടുന്ന സമയം തന്നെ വലിയൊരു സൗഖ്യങ്ങൾ കൂടാതെ, ഈ പാടുന്ന സമയം തന്നെ വലിയ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ. അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ. നാളുകളായി നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത വിഷയങ്ങളിൽ ദൈവീക ഇടപെടൽ ഇപ്പോൾ സംഭവിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ.
നമ്മളിപ്പോൾ കേൾക്കുന്ന ഈ വചനത്തിന്, മുമ്പേ പറഞ്ഞ ഈ വചനത്തിന് നമ്മുടെ ജീവിതവുമായി ഒത്തിരി ബന്ധമുണ്ട്. യേശു എന്നെ കൈ നീട്ടി തൊടും. ഇത് ഞാൻ പറയാതെ തന്നെ പലരുടെ അനുഭവമായി മാറും. പലരും ഇടപെട്ടിട്ട് നമുക്ക് വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ദൈവം യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അത് വിടുതലായി മാറിയിരിക്കും. എനിക്ക് കിട്ടിയ ഈ സമയം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇതൊരു കൺവെൻഷന്റെ ആദ്യ ദിവസമാണ്. ഈ ദിവസം കേൾക്കുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം മുതലുള്ള ഒരു വാക്യമാണ് ശ്രദ്ധിക്കുന്നത്. ഈ വാക്യം എത്ര പറയാൻ പറ്റുമോ അത്രേ പറയത്തുള്ളൂ. സ്പീഡിൽ പറയില്ല. കാരണം ഇതൊക്കെ നമ്മളെല്ലാവരും കേട്ടവരാണ് ഈ വചനങ്ങളൊക്കെ. പക്ഷെ ഈ വചനം നമ്മളിൽ ഇറങ്ങി ചെല്ലണം. അതെന്റെ ഒരു നിയോഗമാണ്. ദൈവം എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ ചോദിച്ചു വാങ്ങിയതുമാണ്. ആ ഒരു ധൈര്യമാണ് എൻ്റെത്. ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്ന ധൈര്യം ദൈവം എനിക്ക് ആ ശുശ്രൂഷ തന്നു എന്നുള്ള ധൈര്യമാണ് എൻ്റെ ധൈര്യം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ ഹെഡിങ് എന്നറിയാമോ? മോശയെ ദൈവം വിളിക്കുന്നു എന്നാണ്. ഇതിന് ഞാൻ എന്തിനിവിടെ പ്രസംഗിക്കണമെന്ന് ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇതുമാത്രം പ്രസംഗിക്കാനുള്ള വിഷയമൊന്നും അതിനകത്തില്ലെന്ന്. മോശയെ ദൈവം വിളിച്ചു. നമ്മൾക്കിത് കൊച്ചു കുട്ടികൾക്ക് വരെയും ഇത് സുപരിചിതമാണ്. പക്ഷേ ഇതൊക്കെ വലിയ വലിയ ദൈവത്തിൻ്റെ ഉത്തരങ്ങളാണ്, അടയാളങ്ങളാണ്. 3-ാം അധ്യായം വായിക്കുന്നതിന് മുമ്പ് 22-ാം അധ്യായം 23-ാമത്തെ വാക്യം എന്നറിയാമോ? വായിച്ചു കേൾക്കുന്നത് കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പെട്ട് നിലവിളിച്ചു. മനസ്സിൽ പ്രാർത്ഥിച്ചു എന്നല്ല കേട്ടോ, പിന്നെ എങ്ങനെ പ്രാർത്ഥിച്ചു? നെടുവീർപ്പെട്ട് നിലവിളിച്ചു. ഭയങ്കര ഒരു പ്രാർത്ഥനയാണ്. എന്താ അവർ പ്രാർത്ഥിക്കാൻ കാരണം? അവർ ഒത്തിരി പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുക്കായിരുന്നു. ആരെങ്കിലും ഒക്കെ ഉള്ളവർ, പ്രശ്നത്തിലുള്ളവർ, പ്രതിസന്ധിയിലുള്ളവർ, പ്രയാസത്തിലുള്ളവർ എല്ലാവരും ശ്രദ്ധിക്കണം. കാണുമ്പോൾ ആർക്കും ഒരു വിഷയവുമില്ല. അടുത്തറിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, എന്നേക്കാൾ വലിയ വിഷയത്തിലാണല്ലോ ഈ വ്യക്തി ഉള്ളത്. നിങ്ങളെ കണ്ടാൽ ഒരിക്കലും അങ്ങനെ പറയില്ല കേട്ടോ. നിങ്ങൾ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ നിങ്ങൾ കരയാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ചിരിച്ചതോ, അവിടെ എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് നടന്നതോ, ഇത്രയും സങ്കടവും ചുമന്നുകൊണ്ടാണോ നിങ്ങൾ നടക്കുന്നത്? ആരെ അറിയിക്കണ്ടല്ലോ. ആരോടെങ്കിലും ഒക്കെ നമ്മുടെ സങ്കടം പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നിന്ന് അവർ അയ്യോ പാവെന്നൊക്കെ പറയും. അങ്ങോട്ട് മാറി നിന്നേച്ച് അവർ ചിലപ്പോൾ പരിഹസിച്ചു വരുവരും, ചിരിച്ചു വരുവരും. ഇല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടവരോട് ചിലവർ അവരില്ലാതെ പറഞ്ഞു വരുവർക്ക്. പക്ഷേ എനിക്കൊരു ദൈവത്തെ അറിയാം. എൻ്റെ വിഷയം ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം ഉടനെ അടുത്ത വീട്ടിലേക്ക് ഓടിച്ചിട്ടില്ല. അവിടെ ചെന്ന് എൻ്റെ വിഷയം അവരോട് പറയില്ല. എൻ്റെ ഒരു വിഷമം ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞാൽ എൻ്റെ ദൈവം അത് അപ്പുറത്തെ ഒരു സ്ഥലത്ത് പോയി ആ വീട്ടുകാർക്ക് അവർ ഇന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവരുടെ ഒപ്പം ഇത് ചിരിക്കില്ല. പിന്നെയോ എൻ്റെ വിഷയം ദൈവത്തോട് പറഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ എൻ്റെ വിഷയത്തിൽ ദൈവം വിടുതലുകളെ അയക്കും എന്ന് പറഞ്ഞ ഹല്ലേലൂയ. എൻ്റെ വിഷയത്തിൽ ദൈവം പരിഹാരം കൊണ്ടുവരും. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നറിയാമോ? ഇസ്രായേൽ ജനങ്ങൾ വലിയൊരു പ്രയാസത്തിൽ ഇരിക്കുമ്പോൾ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് അവർ തെരഞ്ഞെടുത്ത വഴിയെന്നറിയാമോ? നെടുവീർപ്പെട്ട് നിലവിളിച്ചു പ്രാർത്ഥനയുടെ വഴിയാണ്. ഹല്ലേലൂയ. നിങ്ങളെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളെ അലട്ടുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് വിടുതൽ ആഗ്രഹമുണ്ടോ?
എങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ട വഴിയാണ് പ്രാർത്ഥനയുടെ വഴി. അവിടെയാണ് ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത്. നാളുകളായി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരു ഉത്തരവും കിട്ടാത്ത എത്രയോ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് പരിഹരിച്ചിട്ടുണ്ടെന്നറിയാമോ? ഇപ്പോൾ ഒരു പ്രശ്നം വരുവാണെന്നിരിക്കട്ടെ, ആ പ്രശ്നത്തെ നോക്കി അയ്യോ പ്രശ്നം, അയ്യോ പ്രതിസന്ധി, അയ്യോ കഷ്ടം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇന്ന് വരെ ഒരാളുടെയും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഒരുപാട് പേര് അങ്ങനെയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, വെല്ലുവിളിയാണ്. അവരോട് പറഞ്ഞു, ഇവരോട് പറഞ്ഞു, അപ്പുറത്തെ ആൾക്കാരോട് പറഞ്ഞു, കഷ്ടം. പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ വന്നത്. ഞാൻ എത്രയോ ധ്യാനങ്ങൾക്ക് ശുശ്രൂഷകൾക്കൊക്കെ പങ്കെടുത്തു, ഞാനൊരു ശുശ്രൂഷകനാണല്ലോ, എന്നിട്ടും എനിക്ക് ഇങ്ങനെയാണല്ലോ ഉണ്ടായത്. ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഞാൻ ആരാധിക്കുന്നില്ല, ഇനി ഞാൻ ശുശ്രൂഷ കേൾക്കുമ്പോൾ മാറി നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ഒരു നിലപാടെടുത്തത് കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല. ഇങ്ങനെയാണ് പ്രശ്നത്തെ നോക്കി പറയുന്നതെങ്കിൽ പിശാചിന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള വഴി വലുതാകും. പിശാചിന് ഇപ്പോൾ നിന്നെ തകർക്കാൻ, കീഴ്പ്പെടുത്താൻ, ഡെസ്പാക്കാൻ, ഡൗണാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ പിശാചിന് കയറി വരാനുള്ള വഴി വലുപ്പമുള്ളതായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പ്രതിസന്ധികളെ, പ്രയാസത്തെ നോക്കി എന്റെ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും, എന്റെ വിഷയങ്ങൾ ദൈവം ഏറ്റെടുക്കും, എന്റെ പ്രാർത്ഥനയിൽ ഞാൻ ദൈവമേ ഈ വിഷയത്തെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ പ്രശ്നങ്ങൾ ദൈവം ഏറ്റെടുക്കാൻ തുടങ്ങും. ഞാൻ ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങും. എന്റെ ജീവിതത്തിലേക്ക് പിശാചിന് കടന്നു വരാനുള്ള വഴി ചെറുതായി 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 അവസാനം പേശിൽ അടയും. ദൈവാനുഗ്രഹത്തിന്റെ വഴി നേരത്തെ ഉള്ളതിനേക്കാൾ വലുതായി വലുതായി മാറും. ഇത് ശുശ്രൂഷയുടെ സമയത്ത് സംഭവിക്കണം. ഇത് പ്രാർത്ഥനയുടെ ഈ സമയം സംഭവിക്കണം. എന്തൊക്കെയോ പ്രസംഗം കേട്ടു, എന്തൊക്കെയോ ഒരു പാട്ടുപാടി, കരം ഉയർത്താൻ പറഞ്ഞു, കരം ഉയർത്തി, അങ്ങനെ ഒരു ചടങ്ങും ഭാഷണമായി ഈ ഗേറ്റ് കടന്നുപോയി എന്ന് കണ്ട് യാതൊരു പ്രയോജനവുമില്ല, വലിയ ഗുണമൊന്നും കിട്ടാനുമില്ല. പക്ഷെ പിശാചിന്റെ ജീവിതത്തിലേക്ക് ഇത്രയും നാൾ വന്നുകൊണ്ടിരുന്ന വഴി പേസ്റ്റ് ചെയ്ത് അത് അടച്ചു തേച്ച് ആ ഗ്യാപ്പ് അടയ്ക്കണം. എന്നിട്ട് ഇപ്പുറ സൈഡിലുള്ള ദൈവാനുഗ്രഹത്തിന്റെ വഴി കുറച്ചുകൂടെ പ്രാർത്ഥനയിൽ വലുതാക്കാൻ പറ്റുമോ? സാധിക്കുമോ? ആഗ്രഹിക്കുന്നവരെല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, സാധിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അനുഭവമാണ്, ഇത് അനുഭവമാണ്. ഇപ്പൊ പറയില്ലേ, ഭയങ്കര പാറ്റയുടെ ശല്യമാണ് മുറിയിൽ. നമ്മളപ്പോൾ ദേഹത്തടിക്കുന്ന സ്പ്രേ മുറിയിലടിച്ചാൽ പാറ്റയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പാറ്റ അവിടെ തന്നെ ഇരിക്കും. ഇച്ചിരി മാറി അപ്പുറത്തെ അലമാരിയുടെ അവിടെ പോയി സേഫ് ആയിട്ട്. അപ്പോൾ അറിവുള്ളവർ പറയാം, അവിടെ ആ കടയിൽ പോയി ആ ഹിറ്റ് മേടിച്ചുണ്ടോ, അങ്ങനെ ഒരു സാധനം മേടിക്കാൻ കിട്ടും. അതൊരു ആ റൂമിലേക്ക് സ്പ്രേ അത് സ്പ്രേ ചെയ്യാൻ പറ്റും. അതിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ആ മരുന്നിന്റെ മുമ്പിൽ. അത് ചത്ത് മലർന്നു. വൈകുന്നേരം ആവുമ്പോൾ നോക്കുമാണ് അലമാരയുടെ സൈഡിലും കട്ടിലടിയും ഒക്കെ പാറ്റ ചത്ത് മലർന്നു കിടക്കുന്നു. ആ ഒരു കാര്യത്തിൽ നമ്മളെടുത്ത നിലപാടെന്താ? ഒരു പാറ്റയെ മുറിയിൽ നിന്ന് ഒഴിവാക്കാൻ അതിനേക്കാൾ ശക്തമായ ഒരു ആയുധമാണ് എടുത്തത്. ഇന്നലെ ഒരു സ്ഥലത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഈച്ച ഈ കണ്ണിന്റെ ഭാഗത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കരമായി ഞാൻ ഇങ്ങനെ ആക്കി നോക്കി ഈച്ച പോകുന്നില്ല. രണ്ട് കൈയും എടുത്ത് അടിച്ചു നോക്കി, ഈച്ച പോകുന്നില്ല. ചില പ്രാവശ്യം ഞാൻ ആ ഈച്ചയെ അടിച്ചാടി എനിക്കിട്ട് തന്നെ കൊണ്ടു. കണ്ണിൽ പോലും കാണാൻ കഴിയില്ലാത്ത ഈച്ചയെ പോലും ഓടിക്കാൻ അത് ഞാൻ എടുത്ത പല അടികളും എനിക്കിട്ടാവുന്നത്. ചെറിയ ഈച്ചനെ ഓടിക്കാൻ പോലും തോറ്റുപോയി. കണ്ണിന്റെ വട്ടത്ത് വന്ന് നിൽക്കുന്ന, നോക്കിയാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്ന ചെറിയ ഈച്ച തോറ്റുപോയി. ഈച്ചനെ കൊല്ലാൻ പോലും പറ്റുന്നില്ല. അത്രയുള്ളൂ നമ്മൾ. ആ ഈച്ചയെ നമ്മൾ അടിക്കുന്ന പല അടികളും നമ്മുടെ ദേഹത്ത് തന്നെ വന്നു കൊടുക്കും. ഈച്ചനെ അടിച്ചത് പക്ഷെ കൊണ്ടത് എന്റെ നേട്ടാണ്, എന്റെ മൂക്കിലാണ്, എന്റെ കണ്ണിലാണ്. നമ്മൾ അതിനേക്കാൾ ശക്തരാകേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വേണമെങ്കിൽ ദൈവവചനത്തിലൂടെ
സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കേട്ടോ, ഇസ്രായേൽ ജനത്തിന്റെ മേൽ വലിയൊരു പ്രയാസമുണ്ട്, ഭയങ്കര പ്രതിസന്ധി കൊണ്ട്. അവരെടുത്ത നിലപാട് ഏത് വഴിയെടുത്തത്? പ്രാർത്ഥനയുടെ ഒരു വഴി. ഇതാരൊക്കെ ഇന്ന് എടുക്കുന്നോ അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ അനുഭവിച്ചിരിക്കും, അവരുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം ഉണ്ടാവും, അവരുടെ ജീവിതത്തിൽ ഒരു ഉത്തരം കിട്ടിയിരിക്കും. കാരണം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം സ്കൂളിലെ കോളേജ് ഗ്രൗണ്ടിലുള്ള ഒരു സ്റ്റേജോ ഓഡിറ്റോറിയമോ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് ഡാൻസും പാട്ടും പ്രോഗ്രാമും നടക്കുന്ന ഒരു സ്ഥലം പോലെ അല്ല ഇത് ദൈവാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതിവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, അത് നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ദൈവികമായ ഒരു അന്തരീക്ഷമുണ്ട്. അനേകം ആളുകൾ സങ്കടത്തോടെ ഇരുന്ന് കേൾക്കുന്നത്, ഒത്തിരി പ്രതീക്ഷയോടെ ഇരുന്ന് കേൾക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് പ്രാർത്ഥനയോടെ ഈ വചനം കേട്ട് അടുത്ത വാക്യം നിലവിളിച്ചു. അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി എവിടെ എത്തിക്കാണും? അവരുടെ നിലവിളി എവിടെയോ എത്തി എഴുതിയിട്ടുണ്ട് ബൈബിളിൽ. എവിടെ എത്തി? നമ്മുടെ വായിച്ച് എവിടെ എഴുതിയിരുന്നത്? ദൈവത്തിന്റെ സന്നിധിയിൽ എത്തി എഴുതിയിട്ടാണോ നോക്കി? ബൈബിളിൽ നോക്കിക്കേ, ഈ വാക്യം തെറ്റാണോ ശരിയാണോ അതുപോലുള്ളോ ഞാൻ എന്തോരം പറഞ്ഞാണോ നോക്കിക്കേ. ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയൊരു വാക്കുകൊണ്ട് നോക്കി. എത്തിയത് എന്നതാ എത്തിയത്? അവരുടെ നിലവിളിയുടെ ശബ്ദം എവിടെ എത്തി? ദൈവസന്നിധിയിൽ എത്തി. അങ്ങനെയാണെങ്കിൽ കേട്ട് മനസ്സിലാക്കിക്കേ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന എവിടെ എത്തും? ഇത് വായിക്കാൻ പ്രത്യേകം ഒരു ട്യൂഷൻ സാറിനെ വിളിച്ച് ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ എത്തും. ഇടയ്ക്കൊന്നും കേടാവില്ല. തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോ ഇവിടുന്ന് 10 മണിക്ക് കോഴിക്കോടേക്ക് പുറപ്പെട്ട ബസ് ബ്രേക്ക് ഡൗൺ ആയി പോകുന്ന വഴിക്ക് സൈഡിലാക്കി കിടപ്പുണ്ട് ചിലത്. അത് കേടായിട്ടാണ് നിർത്തിയില്ല. ഈ ഡിപ്പോയിൽ നിന്ന് വണ്ടി വന്ന് ശരിയാക്കണം. അത് കോഴിക്കോടേക്ക് പോയതാണ്, പക്ഷെ കേടായി വഴി കിടക്കുകയാണ്. നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ ഈ ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങളൊക്കെ ശാസ്ത്രജ്ഞന്മാർ ചെയ്ത് അയക്കാറുണ്ട്, ഉപഗ്രഹങ്ങൾ. ചിലപ്പോഴൊക്കെ അത് തെറ്റിപ്പോകും, പാളിപ്പോകും. എത്തുന്നത് വരെ ഇങ്ങനെ നോക്കിയിരിക്കും. എത്തിക്കഴിയുന്നത് ആഘോഷമാണ്. ഇവിടെ നിന്ന് കാനഡയ്ക്കോ അമേരിക്കയ്ക്കോ UK ഒക്കെ പോകുന്ന ഫ്ലൈറ്റ് ഉണ്ട്. ഒന്നുകിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇറങ്ങി കയറി പോകേണ്ടതായിരിക്കും. പക്ഷെ ചില സമയത്ത് പേപ്പർ വായിക്കാറില്ലേ, ഇവിടെ നിന്ന് ഒന്നുകിൽ ഡൽഹിക്ക് പോയ വിമാനം യന്ത്ര തകരാറ് മൂലം ഹൈദരാബാദ് എയർപോർട്ടിൽ ഇറങ്ങി. ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത്. അത് പോയത് ഡൽഹിക്കാണ്, പക്ഷേ ഒരു യന്ത്ര തകരാറ് മൂലം അടിയന്തിരമായി അത് അടുത്ത എയർപോർട്ടിൽ ഇറക്കി. അതൊന്നും ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല, ചിലപ്പോൾ കേടാവും, ബ്രേക്ക് ഡൗൺ ആവും. പക്ഷെ ഇവിടെ എല്ലാവരും കേട്ടെ, സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥന എവിടെയും ബ്രേക്ക് ഡൗൺ ആകില്ല, എവിടെയും അത് നഷ്ടപ്പെട്ടു പോകില്ല. അതെവിടെ എത്തും? എല്ലാവരും പറഞ്ഞേ ദൈവസന്നിധിയിൽ. അടുത്ത വാക്കെന്നാ? എത്തും എന്ന് പറഞ്ഞ് എത്തും. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ധൈര്യം, അതാണ് നമ്മുടെ ധൈര്യം. നിങ്ങൾ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് അതിന്റെ ധൈര്യം. ഇപ്പോൾ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുന്നു, നാളെ നിങ്ങൾ എന്നെ എതിർത്തേക്കാം, നാളെ നിങ്ങൾ എന്നെ പരിഹസിച്ചേക്കാം, നാളെ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയേക്കാം, നാളെ നിങ്ങൾ ചിലപ്പോൾ എന്നെ അടിക്കേണ്ട യോഗ്യത വരാം, സാഹചര്യങ്ങൾ എങ്ങനെ മാറാം. പക്ഷെ എന്റെ ധൈര്യം എന്താണ്? നിങ്ങൾ എന്റെ ധൈര്യമാണെങ്കിൽ നിങ്ങൾ എന്നെ എതിർക്കും, എന്റെ ധൈര്യം പോകും. എന്റെ ധൈര്യമാണ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നത് ദൈവം ഉണ്ടെന്നുള്ളതാണ് എന്റെ ധൈര്യം, എന്റെ ബലം. ഹല്ലേലൂയ. ആ ധൈര്യം ഒന്ന് സ്വീകരിച്ച് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എഴുതിയിട്ടുണ്ട്, ദൈവസന്നിധിയിൽ ആദ്യം എത്തി.
ഇനി അടുത്ത മൂന്നാമത്തെ വാക്യം അധ്യായം വായിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ സംഭവിച്ച കാര്യമാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ. ദൈവം അവിടെ ഇടപെട്ടു. ആരിടപെട്ടു? സർവശക്തനായ ദൈവം നിന്റെ പ്രയാസത്തിൽ ഇടപെടുന്നത് നിസ്സാരമായി കണ്ടേക്കരുത്. ഗൗരവമുള്ള കാര്യമാണ്. അപ്പുറത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നിന്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് പറയുന്നത് പോലെ അല്ല ഇത്. ഇവിടുത്തെ ഒരു ലോക്കൽ ഉദ്യോഗസ്ഥൻ ഇടപെട്ടു എന്ന് പറഞ്ഞതുപോലെയല്ല. ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ നിന്റെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങുമെന്ന് അത് നിസ്സാരമല്ല, അത് ഗൗരവമുള്ള കാര്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യമാണ് ഞാൻ വായിക്കാം. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കാം. മോശ തന്റെ അമ്മായിയപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജെത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അപ്പോൾ ചെയ്ത തൊഴിൽ എന്താണ്? നമ്മളത് വലിയ വില കൊടുക്കാത്ത ഒരു സാധാരണ ജോലി, വീട്ടക്കാരനോ എണ്ടക്കാരനോ ചെയ്ത ജോലി പോലത്തെ വലിയ ഹൈ ജോലിയൊന്നുമല്ല. കുറെ ആടുകളെ ഞാൻ തീറ്റാൻ കൊണ്ടുപോകുക, വെള്ളം കൊടുക്കുക, മൃഗങ്ങളൊക്കെ പിടിക്കാതെ, കാട്ടുമൃഗങ്ങൾ പിടിക്കാതെ സേഫായിട്ട് സംരക്ഷിക്കുക. ഇത് ചെയ്തുകൊണ്ടിരുന്ന ജോലിയായിരുന്നു മോശയുടേത്. അടുത്ത വാക്യം, അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് അപ്രഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ. അടുത്ത മലയാള വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ബൈബിളിൽ: ദൈവത്തിന്റെ മലയായ ഹോറേബിൽ. എന്താ അടുത്ത വാക്യം? എത്തിച്ചേർന്നു. അത് ഞാൻ ഇങ്ങോട്ട് നിങ്ങൾ ഓരോരുത്തരും ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നവരാണ്. ഇന്നലെ ഇവിടെ ഇല്ലാത്ത പറയുന്നത് ഇന്ന് എത്തിച്ചേർന്നതാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ദൈവിക ഇടപെടൽ എന്ന ഒരു പദ്ധതി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തിച്ചേരില്ലായിരുന്നു. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവാൻ ഒരവസരം ഉള്ളത് കൊണ്ടാണ് ദൈവം മോശയെ അവിടെ കൊണ്ടു ചെന്നത്. അങ്ങനെ വിശ്വസിച്ചേ. അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾ ഇന്ന് വന്നത് ഒരു ഫ്ലെക്സ് കണ്ടതുകൊണ്ടോ, ഒരു നോട്ടീസ് കണ്ടതുകൊണ്ടോ, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇങ്ങനെ ശ്രദ്ധിച്ചത് കൊണ്ടോ അല്ല. നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതി നിങ്ങളുടെ ജീവിതത്തിന്റെ പിറകെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ അനുഗ്രഹിക്കപ്പെട്ട ആലയത്തിൽ എത്തിച്ചേർന്നത്. അതിന്റെ അർത്ഥം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്നാണ്. നിങ്ങളെ കുറെ കൂടി വളർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്നാണ്. നിങ്ങളുടെ പ്രതിസന്ധികളിൽ ദൈവം ഇടപെടാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്നാണ്. നാളുകളായി നോക്കിയിട്ട് പരിഹരിക്കാത്ത വിഷയം ദൈവം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഈ എത്തിച്ചേരലിന്റെ പിന്നിൽ പോലുള്ള ദൈവ പദ്ധതി. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നോർമലായിട്ട് ചിന്തിക്കരുത്. നോർമലായി ഓട്ടോമാറ്റിക്കായിട്ട് എത്തിച്ചേർന്നതാ, അതൊക്കെ അങ്ങനെ നടക്കുന്നതാ, അങ്ങനെ ചിന്തിക്കരുത്. എല്ലാത്തിന്റെ പിന്നിലും ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. അല്ലെങ്കിൽ ഒന്നും ഈ കസേരയിൽ കൂടെ നിങ്ങൾ വന്നിരിക്കത്തില്ല. ഇത്രയും സഹിച്ചൊന്നും ഇരിക്കാനൊന്നും ആരെ കൊണ്ട് പറ്റില്ല. മനുഷ്യനൊന്നും ഇങ്ങനെ മണിക്കൂറുകളൊന്നും ഇരിക്കത്തില്ല. വേഗം വേഗം കാര്യം നടത്തി പോകും. ബന്ധുക്കളുടെ വീട്ടിൽ പോയാൽ തന്നെ നമ്മൾ ചോദിക്കില്ല, എന്താ ഇത്ര തിരക്ക്, എന്താ ഇത്ര തിരക്ക്? അല്ല, എനിക്ക് 12 മണിക്ക് പോകണമെന്ന്. എനിക്ക് പോയിട്ട് ഓഫീസിൽ പോകേണ്ട കാര്യമാണ്, തിരക്കാണ്. എന്റെ തിരക്കില്ലാത്ത നിങ്ങൾ എന്താ ഇവിടെ എത്തിയത്? തിരക്കില്ലാഞ്ഞിട്ടല്ല, നിങ്ങളെ ഏതോ ഒരു ദൈവത്തിന്റെ ഒരു പദ്ധതി നിങ്ങളെ അവിടെ എത്തിയിരിക്കുകയാണ്. എത്തിച്ചേർന്ന ദൈവം കൊണ്ടുവന്നതായിരുന്നു. ദൈവം എത്തിച്ചേർന്നതാണ്. ചിലപ്പോൾ എന്നെ കേൾക്കുന്ന പകർന്ന തരിപ്പണമായി നിൽക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തെ രക്ഷിക്കാനായിരിക്കും ഈ ശബ്ദം ഇന്ന് നിന്റെ ചെവികളിൽ ദൈവം എത്തിച്ചത്. ദൈവം എത്തിച്ചത് അതിനുവേണ്ടിയായിരിക്കും. ഒരുപക്ഷെ പോയി മരിച്ചാലോ, ജീവിക്കണോ വേണ്ടയോ, പോയി മരിച്ചാലോ ഒക്കെ ഇന്നലെ കൂടെ ചിന്തിച്ചിട്ടായിരിക്കും കിടന്നുറങ്ങിയത്. ആ ഞാനായിരിക്കും ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ ചെവിയുടെ ഇപ്പുറത്തെ സൈഡിൽ ദൈവം ഇങ്ങനെ മുഴങ്ങുവാണ്. ദൈവത്തിന്റെ പദ്ധതിയാണ്. ഈ ശബ്ദം പോലും മുഴങ്ങുന്നത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ലോകത്തിൽ ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അതൊക്കെ നിന്റെ ചെവികളിൽ മുഴങ്ങിയിട്ട് അതൊക്കെ പണ്ടേ മറന്നു, നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ദൈവവചനത്തിന്റെ ശബ്ദം നിന്റെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തും. നിനക്ക് രക്ഷ തരും, നിനക്ക് മാനസാന്തരം തരും.
നിനക്ക് വിടുതൽ തരും, സൗഖ്യം തരും. അത് ദൈവത്തിന്റെ സ്വരമാണ്. ഒരു കരം ഉയർത്തി ഉറക്കുന്നു പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത കാര്യം, പ്രാർത്ഥിച്ച 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം പ്രാർത്ഥനയാണെങ്കിൽ 3-ാം അധ്യായം ദൈവത്തിന്റെ ഇടപെടലാണ്. പ്രാർത്ഥനയുടെ ഒരു 2-ാം അധ്യായം ഉണ്ടെങ്കിൽ ദൈവിക ഇടപെടലിന്റെ 3-ാം അധ്യായം ആരംഭിക്കും. ഹല്ലേലൂയ. ഇത് ബൈബിളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ ഒരു 3-ാം അധ്യായം ദൈവം ഇടപെടുന്ന അധ്യായമാണ് 3-ാം അധ്യായം. മോശയെ ദൈവം വിളിച്ചു, ദൈവത്തിന്റെ മലയിൽ എത്തിച്ചേർന്നു. അവിടെ അടുത്ത വാക്യം കേട്ടോ. അടുത്ത വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചു, വേണമെങ്കിൽ നിങ്ങൾ ബൈബിൾ ശ്രദ്ധിക്കാം. അവിടെ ഒരു മുൾപടർപ്പിന്റെ എന്തിന്റെയാ, ഈട്ടിത്തടിയുടെയോ തേക്കുതടിയുടെയോ മധ്യത്തിലല്ല. എവിടെയാണ്? നമ്മൾ പറയില്ലേ മുൾപടർപ്പോ? അതൊക്കെ പുറങ്കാലം കൊണ്ട് തള്ളിയിരുന്ന സാധനമാണ് മുൾപടർപ്പ്. നമ്മളൊന്നും ഒരു പരിഗണനയും കൊടുക്കാത്ത സാധനമാണ് മുൾപടർപ്പ്. നമ്മളൊക്കെ നോക്കുന്നത് തേക്കുതടിയും വീട്ടിത്തടിയും അതുപോലെ നല്ല തലയെടുപ്പുള്ള മരങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ദൈവം ഇവിടെ കൊണ്ടുവന്നത് ഈട്ടിത്തടിയെയോ വലിയ വലിയ തലയെടുപ്പുള്ള ഒരു മരത്തെ അല്ല കേട്ടോ. നമ്മുടെ മുറ്റത്ത് നിന്ന് പോലും തൂമ്പ് കൊണ്ട് ചെത്തി വലിഞ്ഞ് കൂട്ടി അപ്പുറത്തിട്ട് തീയിട്ട് കളയുന്നതാണ് മുൾപടർപ്പ്. മുൾപടർപ്പ് ഒരു വിലയില്ല. മനുഷ്യൻ ചെരുപ്പിട്ട് അതിന്റെ മുകളിൽ ചോട്ടും. ഇത്രയാകുമ്പോഴേ വലിച്ചു ദൂരങ്ങളെ എന്ത് മുൾപടർപ്പ്. അതിന്റെ മധ്യത്തിൽ എന്ത് നടന്നു? ജ്വലിച്ചുയരുന്ന ഒരു അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഈ മുൾപടർപ്പ് ആരാണ്? ഈ മുൾപടർപ്പിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ. ഈ മുൾപടർപ്പ് ആരാ? നമ്മൾ പറയില്ലേ അയാളാ വലിയ പ്രാർത്ഥനക്കാരൻ, അയാളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടൂ. ഞാനും ഒരു പ്രാർത്ഥനയില്ലാത്ത ആളാ, ചീനിയാളാ. എന്റെ വീട് ഒരു നശിച്ച വീട്, എന്റെ വീട് ഒരു പൊട്ട വീട്, ശപിക്കപ്പെട്ട വീടാ എന്റേത്. ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥനയില്ല. ഈ പറയുന്ന ഞാനാ മുൾപടർപ്പ്. ദൈവം എന്നെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന വലിയ കേമന്മാരെ ഒന്നും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. ഇന്ന് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മുൾപടർപ്പാണ്. ചിന്തിച്ചു നോക്കി, പഠിച്ചു നോക്കിക്കോ. നമ്മൾ വിചാരിക്കും അപ്പുറത്തെ തേക്കുതടി ഉണ്ടായിരുന്നല്ലോ, ഈട്ടിത്തടി ഉണ്ടായിരുന്നല്ലോ, വലിയ വലിയ കേമന്മാരും കൊമ്പന്മാരും മിടുക്കന്മാരും വലിയ വലിയ ടീം ഉണ്ടായിരുന്നല്ലോ. എന്തിന് മുൾപടർപ്പ്? അത് മുഴുവൻ മുഴുവല്ലേ. ദൈവത്തിന് അതിനെ ചിലപ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റും. മുൾപടർപ്പ് അതിന്റെ മധ്യത്തിൽ എഴുതിയിരിക്കുകയാണ്, കത്തിച്ചൊലിച്ചിരുന്നു. അവൻ ഉറ്റുനോക്കി. എന്നാ കണ്ടത്? ഉറ്റുനോക്കി. മുൾപടർപ്പ് ഒന്ന് വായിച്ചേ. മുൾപടർപ്പ് എന്താ എഴുതിയിരിക്കുന്നത്? മുൾപടർപ്പ് കത്തിച്ചൊലിച്ചു. പക്ഷെ പ്രത്യേകതയുടെ എങ്കിലും അത് നിങ്ങളാണ് ശ്രദ്ധിച്ചു. മുൾപടർപ്പ് ഒരു വലിയ മലയോടമുള്ള ഇത്രയും ഭാഗത്തുള്ള മുൾപടർപ്പ് കത്തി തീരാൻ 1/2 മണിക്കൂർ വേണ്ട. അത് ആ തീയമ്മ കൊടുത്ത പാടുള്ള ഒറ്റയാളല്ല അത് തീരും. മോശ കണ്ടു മുൾപടർപ്പാണ്, 15 മിനിറ്റ് കൊണ്ട് കത്തി തീരേണ്ടതാണ്. പക്ഷെ ഞാൻ കുറെ നേരമായി നോക്കി നിൽക്കുന്നു, എന്നിട്ടും ആ മുൾപടർപ്പ് കത്തി ശാമ്പലാകുന്നില്ല. എന്നിട്ട് മോശ പറയുന്നു, ആ മഹാദൃശ്യം, ഒരു മുൾപടർപ്പ് കത്തുന്നത് ദൃശ്യമാണ്, മഹാദൃശ്യമാണോ? മുൾപടർപ്പ് കത്തുന്നത് പോലും മഹാദൃശ്യമാക്കിയവനാണ് എന്റെ ദൈവം. നിന്നെ ദൈവത്തിന് മഹാസംഭവമാക്കാൻ ദൈവത്തിന് സാധിക്കും. മുൾപടർപ്പ് കത്തുന്നത് ആര് ശ്രദ്ധിക്കുന്ന പറയുന്നത്? പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു നിലയിൽ അവിടെ എത്തിച്ചു. നമ്മളാണിത്, ഞാനാണിത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനാണല്ലോ എന്നത്. മോശ കണ്ടു. ഇതെന്തിനാ മോശയെ കാണിച്ചത്? ഇനി ഞാൻ ശ്രദ്ധിച്ച് പറയാം, നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കേവലം ഒരു പ്രഭാഷണമോ പ്രസംഗമോ അല്ല, ഒരു ദൈവികമായ ഒരു സന്ദേശമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ബലം തരുന്നതാണ് കേട്ടോ. മോശ എന്താ ഇത് കാണിച്ചത്? മോശയോട് ദൈവം പറഞ്ഞതാണിത്. മോശെ, ഈ മുൾപടർപ്പ് പോലെയാണ് നീ. ഒരുപാട് പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്ന് ഇതുപോലെ കത്തും.
കൂടെ നിൽക്കുന്നവർ ഒറ്റപ്പെടുത്തും. നീ പ്രശ്നത്തിൽ നിന്ന് കത്തും. ചിലര് പറയാറില്ലേ, ഞാൻ വലിയൊരു പ്രശ്നത്തിൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാ പറയുന്നത്. മോശയെ ദൈവം കാണിച്ചു, പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, വെല്ലുവിളികൾ വരും. നീ പ്രശ്നത്തിന്റെയും പ്രതിസന്ധിയുടെയും മുമ്പിൽ നിന്ന് കത്തും. പക്ഷെ പ്രശ്നങ്ങൾ നിന്ന് കത്തിയാലും നീ ശാമ്പലായി പോകത്തില്ല, നീ ചാരമായി പോകത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് തോന്നും, ഇത് എന്റെ ജീവിതത്തെ നോക്കിയിട്ടാണോ എഴുതിയത്? ചില ആൾക്കാരോട് നമ്മൾ ചോദിച്ചു, ഇത്രയും വലിയ പ്രശ്നമുണ്ടായിട്ട് നിങ്ങൾ എങ്ങനെയാ പിടിച്ചു നിന്നത്? അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ ഇത്രയും വലിയ പ്രശ്നത്തെ നേരിടാൻ. എന്ത് പ്രശ്നങ്ങൾ വന്ന് കത്തിക്കോട്ടെ, ദൈവ സാന്നിധ്യം ഉണ്ടോ എങ്കിൽ നിന്റെ വീട്ടിൽ നിന്റെ ജീവിതത്തെ തകർത്തു കളയാൻ ആ പ്രശ്നത്തിന്റെ തീക്ക് സാധ്യമല്ല. പറഞ്ഞു ഹല്ലേലൂയ. ഈ ബൈബിൾ മുന്നോട്ട് വായിച്ചു പോകാൻ കാണാൻ പറ്റും. മോശ ഇതുപോലെ വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്ന് വേദനിച്ചു. പക്ഷെ മോശയെ ആ രാജ്യത്തെ രാജാവിന് പോലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. മോശയുടെ ശബ്ദം രാജ്യത്ത് അഗ്നിശബ്ദം പോലെ മുഴങ്ങി. ദൈവത്തിന്റെ അത്ഭുതം അവിടെ നടന്നു. ഇതുപോലെ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ എത്തുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. 4ാമത്തെ വാക്യം, അത് അവരുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. മോശ പറഞ്ഞു, ഒന്ന് വായിച്ച് എന്താ പറഞ്ഞത്? 4ാമത്തെ വാക്യം, അവൻ അത് കാണുന്നത് വേണ്ടി അടുത്തേക്ക് ചെല്ലുന്നത് ആര് കണ്ടു? നാട്ടുകാർ കണ്ടു എന്നാണോ എഴുതിയിട്ടുള്ളത്? അതോ അവന്റെ കുടുംബക്കാർ കണ്ടു എന്നാണോ? ദൈവം കണ്ടു എന്നാണോ? ഇതുപോലെ ദൈവവചനം കേൾക്കുവാൻ ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ കയറി വരുന്നത് ദൈവം കണ്ടിട്ടുണ്ട്, കർത്താവ് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ആലയത്തിൽ ഈ കസേരയിൽ വന്നിരിക്കുന്നത് ദൈവം കണ്ടിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് മരുഭൂമിയിലാണ്. ഇതുപോലെ ഹൈവേയുടെ അടുത്തൊന്നുമല്ല, ഇതുപോലെ വലിയ പട്ടണമോ ടൗണോ 4 വരി പാത പോകുന്ന സ്ഥലമൊന്നുമല്ല, മരുഭൂമിയാണ്. ആളും അർത്ഥവുമില്ലാത്ത സ്ഥലമാണ്. മോശ മരുഭൂമിക്കകത്ത്, മരുഭൂമിയിൽ കൂടെയുള്ളത് ആടുകൾ മാത്രമാണ്, മറ്റിടയന്മാർ പോലും കൂടെയില്ല. പക്ഷെ മോശ ആ ദൃശ്യം കാണാൻ അടുത്തു ചെന്നത് കർത്താവ് കണ്ടു. അങ്ങനെ ഇവിടെ ഇരിക്കുന്നത് ദൈവം കാണുന്നുണ്ട്. നിങ്ങൾ വചനം കേൾക്കുന്നത് ദൈവം കാണുന്നുണ്ട്. നിന്റെ അകത്ത് നിന്നെ വേദനിപ്പിക്കുന്ന പ്രയാസം ദൈവം കാണുന്നുണ്ട്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് വളരെ അർത്ഥമുള്ള ഗൗരവമുള്ള ഒരു വാക്കാണ്. മോശ ആ മഹാദൃശ്യം കാണാൻ അടുത്ത് ചെന്നപ്പോ മോശയെ ദൈവം എവിടെ നിന്ന് വിളിച്ചെന്ന് കഴിഞ്ഞിട്ടുണ്ട്? മുൾപടർപ്പിന്റെ നടുക്ക് നിന്നിട്ട് മോശയെ ദൈവം വിളിച്ചു. അപ്പോൾ ദൈവം എവിടെ നിന്നത്? മുൾപടർപ്പ്. അയ്യോ, നിറച്ച് മുള്ളുള്ള മുള്ളിന്റെ നടുക്ക്. അപ്പൊ നമ്മൾ ചിന്തിക്കില്ലേ, ദൈവം അങ്ങനെ അവരുടെ അടുത്ത് ദൈവം നിൽക്കുന്നുള്ളൂ, ദൈവം നമ്മുടെ അടുത്ത് നിൽക്കത്തില്ല. നീ മുൾപടർപ്പാണെന്ന് സ്വയം തോന്നിയാലും നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവം വന്നു നിൽക്കും. അതുകൊണ്ട് ആ പല പ്രശ്നങ്ങൾ വന്നപ്പോഴും മുന്നേ നീ തോറ്റു പോകാതിരുന്നത്, നീ പലപ്പോഴും നശിച്ചില്ലാതാകാതിരുന്നത് നിന്റെ കഴിവുകൊണ്ട്, പിടിക്കൊണ്ട്, സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രമല്ല, നീ പോലും അറിയാവുന്ന ദൈവം നിന്റെ അകത്ത് നിൽപ്പുണ്ടായിരുന്നു. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നിന്റെ കൂടെ ഒരു ദൈവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതാണ് കത്തിച്ചാമ്പലാകാതിരുന്നത്. പല പ്രശ്നങ്ങളും, കുടുംബ പ്രശ്നം, ജീവിത പങ്കാളിയുടെ പ്രശ്നം, മക്കളുടെ പ്രശ്നം ഒക്കെ വന്നപ്പോൾ തകർന്ന് തരിപ്പണമായി പോകേണ്ടവരായിരുന്നു പലരും.
എന്നിട്ട് പിടിച്ചു നിന്നതോ, ഓ ആ വ്യക്തി എന്റെ കൂടെ നിന്നോണ്ടല്ല, എന്റെ കൂടെ നിൽക്കാൻ ഒരു ദൈവം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഒരു ദൈവം സത്യസന്ധമായി വീട്ടിൽ പോയി പ്രാർത്ഥനാ മുറിയിൽ കയറി സത്യസന്ധമായി ഡയറി എഴുതിയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ കൂടെ നിന്ന ദൈവത്തെ കാണാൻ പറ്റും. ആരെ? കൂടെ നിൽക്കേണ്ടവർ പോലും കൂടെ നിൽക്കാത്ത സമയം വന്നിട്ടുണ്ട്. സ്നേഹിക്കേണ്ടവർ പോലും കുറ്റം പറഞ്ഞിരുന്ന സമയമുണ്ട്. സപ്പോർട്ട് ചെയ്യേണ്ടവർ പോലും വിമർശനത്തോട് വിമർശനമായിരുന്നു. എന്നിട്ടും എങ്ങനെയാ പിടിച്ചു നിന്നത്? കഴിവ് കൊണ്ടല്ല, ബുദ്ധി കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, ബാങ്ക് അക്കൗണ്ട് ബലത്തിലല്ല, കുറെ സ്വർണ്ണമുള്ള അതിന്റെ ബലത്തിലല്ല. ദൈവം എന്റെ അകത്തുള്ളത് കൊണ്ട്, ദൈവം എന്റെ അകത്തുണ്ടായിരുന്നത് കൊണ്ട്, ദൈവം എന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, അതുകൊണ്ടൊക്കെ നമ്മൾ പിടിച്ചു നിന്നത് അല്ലെ? പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അടുത്തതായി എഴുതിയിരിക്കുകയാണ്, ദൈവം മോശയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോശ പറഞ്ഞു, ഇതാ ഞാൻ. അവിടെ നന്ദി ചെയ്തു, ശരി പുലികളാ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഇനി ഈ സമയമുള്ളത് കൊണ്ട് ഞാൻ വേഗത്തിൽ പറയുകയാണ്. മോശയോട് ദൈവം പറഞ്ഞു, ഇസ്രായേൽ ജനത്തെ നീ മോചിപ്പിക്കണം. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരമായ ഒരു വിടുതൽ കൊണ്ടുവരുക. ഇത് വായിച്ചു പോകുമ്പോൾ ശരിക്കും ഗ്രാഫ് പറയാൻ പറ്റും. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരമായ വിടുതൽ കൊണ്ടുവരുന്നത്. അപ്പോൾ മോശ ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇസ്രായേൽ മക്കളെ കൊണ്ടുവരാൻ, ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ ഈ ഞാൻ ആരാണ്? ദൈവത്തിന്റെ ഒരു ക്ഷണം വന്നപ്പോൾ മോശയുടെ ഹൃദയത്തിൽ ഉയർന്നു വന്നത് മോശയ്ക്കുണ്ടായിരുന്ന കുറവാണ്. ഞാൻ ആരാണ്? എനിക്ക് പറഞ്ഞാൽ തന്നെ തിരിയില്ല ആൾക്കാർക്ക്. വിൽക്കാൻ എനിക്ക് എന്റെ ജോലി തന്നെ വലിയ സ്റ്റാൻഡേർഡുള്ള ജോലിയൊന്നുമല്ല. ആടിനെ മേച്ച് നടക്കലാണ്. ഞാൻ എങ്ങനെ കൊട്ടാരത്തിൽ പോകും? ഞാൻ എങ്ങനെ അത്രയും വലിയൊരു മനുഷ്യനോട് സംസാരിക്കും? ഞാൻ ആരാണ്? മോശ പുറകോട്ട് പോകാൻ തുടങ്ങി. ഇവിടെ എല്ലാവരും കേട്ടെ, ഒരു നല്ല വാക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു. മോശ തന്റെ കുറവ് ദൈവത്തോട് പറഞ്ഞപ്പോ അകന്നു പോകുന്ന ദൈവത്തെ അല്ല കണ്ടത്. കുറവ് ദൈവത്തോട് പറഞ്ഞപ്പോ കൂടെ നിന്ന് ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തെ ഈ മൂന്നാം അധ്യായത്തിൽ കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും, എന്റെ കുറവ് കാണുമ്പോൾ, എന്റെ കുടുംബത്തിന്റെ കുറവ് കാണുമ്പോൾ ദൈവം അകന്നു പോകുമോ? നിന്റെ കുറവ് കണ്ട് അകന്നു പോകാനായിരുന്നു ദൈവത്തിന് ചിന്തയെങ്കിൽ പണ്ടേക്ക് പണ്ട് ദൈവം നിന്നിൽ നിന്ന് അകന്നു പോയേരും. എന്നാൽ നിന്റെ കുറവുകൾ കണ്ടിട്ട് അകന്നു പോകുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. മോശ പറഞ്ഞു, ഞാനാണ്. നിങ്ങൾ ചില പറയില്ല, ഞാൻ രക്ഷപ്പെടാനോ? ഈ സർട്ടിഫിക്കറ്റ് വേണ്ടി ഞാൻ രക്ഷപ്പെടാനോ? ഇതുകൊണ്ട് എനിക്ക് ജോലി കിട്ടാനോ? പലരും നിങ്ങളോട് പറഞ്ഞു, നിന്റെ ജോലി ഒന്നും ശരിയാകില്ല, നിന്റെ കല്യാണം നടക്കത്തില്ല, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടില്ല, നീ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. ഇതൊക്കെയായിരിക്കും പലരും പറഞ്ഞത്. എന്നാൽ തുറന്ന ദൈവവചനത്തിന്റെ മുമ്പിൽ നിന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു, ഒരു ദൈവത്തിന്റെ വാക്ക്, നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ വിജയിക്കും, നിന്റെ പ്രശ്നങ്ങൾ മാറും. മാറിയെന്ന് പറഞ്ഞ കാര്യം പോലും ദൈവത്തിന്റെ ഇടപെടൽ മാറി അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊക്കെ പറയാൻ കാരണമുണ്ട്. ദൈവം ഇടപെടുമെന്ന് പറയുന്നത് ഒരു കഥയല്ല. ദൈവം ഇടപെടുമെന്ന് പറയുന്നത് ഒരു ഭംഗി വാക്കല്ല. ഇതൊരു ഭാഷനായോട് വിളിച്ചു പറഞ്ഞതുമല്ല. ഞാൻ കണ്ടിട്ടുള്ള ദൈവം ഇടപെടുന്നത്. ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു അപ്പനും അമ്മയും തന്റെ മകളെ പ്രാർത്ഥിക്കാനായി കൊണ്ടുവരുന്നു. ആ മകൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള ഒരാളാണ്. പക്ഷേ ആ അമ്മ പറഞ്ഞു, ആ മകൾക്ക് വേണ്ടി പറയുന്നു, ഫാദർ, ഈ എന്റെ മകൾക്ക് ഒരു ഇഷ്ടമുണ്ട് ഒരാളോട്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കും. അപ്പോൾ ആ അമ്മ പറഞ്ഞു, എന്റെ മകൾക്ക് ഇഷ്ടമുള്ളത് കല്യാണം കഴിച്ച് ഭാര്യയുള്ള മക്കളുള്ള ഒരാളെയാണ്. എന്തു ചെയ്യണം?
അതൊരു വലിയ വിഷയമാണ്. ആ അപ്പന്റെ അമ്മയുടെ മുഖത്ത് വലിയ ദുഃഖമുണ്ട്. പക്ഷെ ആ മകളുടെ മുഖത്ത് ഒരു സങ്കടവുമില്ല. അതൊരു തെറ്റാണെന്ന് പോലുമുള്ള ചിന്ത മുഖത്തില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, എങ്ങനെയും ഒന്ന് രക്ഷിച്ചു തരണം, എങ്ങനെയും ഈ പ്രശ്നം പരിഹരിച്ചു തരണം, ഞാൻ വലിയ പ്രയാസത്തിലാണ്. അപ്പോൾ ആ മകളോട് ചോദിച്ചു, നീ ചെയ്യുന്നത് തെറ്റല്ലേ? ശരിയല്ല. ആ വ്യക്തി വേറൊരു കല്യാണം കഴിച്ചത്, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ആ വ്യക്തിയെ നീ ഇഷ്ടപ്പെടുന്നത് തെറ്റല്ലേ? അപ്പോൾ ആ വ്യക്തി പറഞ്ഞൊരു മറുപടിയുണ്ട്, തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ആ വ്യക്തി ഉപേക്ഷിക്കാൻ പറ്റില്ല. അത് ശരിയല്ലാന്ന് എനിക്കറിയാം. ആ കുടുംബത്തെ തകർക്കുകയാണ്. ഈ കുടുംബത്തിലുള്ളതിനേക്കാൾ വലിയ ഭൂകമ്പമാണ് ഇന്ന് ആ വീട്ടിൽ. ആ വീട്ടിലുള്ള എല്ലാവരും ഈ വിഷയം അറിഞ്ഞു. നിസ്സാര വിഷയമല്ല, മരണത്തിന്റെ വക്കോളം വരെ നിൽക്കുന്ന വിഷയം, സമാധാന ഭൂകമ്പം. എന്നിട്ട് ഈ പെൺകുട്ടി പറയുന്നു, എനിക്ക് മറക്കാൻ കഴിയില്ല, ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. എന്തു ചെയ്യും? അവരാരും വിദ്യാഭ്യാസം ഇല്ലാത്തവരോ ബുദ്ധിയില്ലാത്തവരോ അല്ല, നല്ല ബുദ്ധിയുള്ളവരും ചിന്തിക്കുന്നവരുമാണ്. എനിക്കൊക്കെ പറയാനുള്ളതിന് ലിമിറ്റേഷനുള്ള പരിധിയുണ്ട്. എന്താ എനിക്ക് പറയാൻ കഴിയുക? ഞാൻ പറഞ്ഞു, ഒരു കടലാസ്, ഒരു പേപ്പർ കീറി എടുത്തിട്ട് ഒരു വചനം എൻ്റെ മനസ്സിൽ കെട്ടി, ഒരു വചനം ഞാൻ ആ കടലാസിൽ പേന കൊണ്ട് എഴുതി. അതിനാദ്യം എഴുതിയപ്പോൾ തന്നെ അത് തെളിയില്ലായിരുന്നു. ആ പേന ഞാൻ ഒരു സ്ഥലത്ത് വരച്ചു, വേറെ പേനയൊന്നും അറിയില്ല, വരച്ചു. കുറച്ച് കഴിയുമ്പോൾ തെളിഞ്ഞു. അതിലൊരു വായിക്കാൻ പറ്റുന്ന ഒരു വചനം എഴുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഈ വ്യക്തിയോട് പറഞ്ഞാൽ ഉൾക്കൊള്ളണമെന്നില്ല, ഇഷ്ടപ്പെടണമെന്നില്ല, അവർക്ക് വേറെ മൈൻഡാണ്. നിങ്ങൾ എന്തായാലും ഈ വചനം വെച്ച് മുന്നോട്ട് പ്രാർത്ഥിക്കും. നമുക്കിവിടെ വേണ്ടത് മനുഷ്യന്റെ ഇടപെടലല്ല, ദൈവത്തിന്റെ ഇടപെടലാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ആ വ്യക്തിയുടെ ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചുള്ളൂ. പോകാൻ നേരത്ത് ആ വ്യക്തിയുടെ ഭാര്യയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യും? എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ല, ഈ വചനം മാത്രമേ കൊടുത്തു. അവര് പോയി. അവരുടെ നമ്പറോ ഫോൺ നമ്പറോ കോൺടാക്ട് നമ്പറോ ഒന്നും സത്യം പറയാൻ മേടിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തോ മറന്നുപോയി. എന്നറിയണം ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായി, പ്രാർത്ഥിച്ചത് ഗുണമുണ്ടായോ എന്നറിയണം ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അവൾ പ്രാർത്ഥിക്കാൻ അവിടെ തയ്യാറല്ലായിരുന്നു. ആ വ്യക്തിയെ മറക്കാനും ഉപേക്ഷിക്കാനും തയ്യാറല്ല. സ്ട്രോങ് ആയിട്ടായിരിക്കുന്നത്. പക്ഷേ ആ മനുഷ്യൻ, അവർ ആ കുടുംബം വചനം വെച്ചൊക്കെ പ്രാർത്ഥിച്ചു. അവരെ 2 മക്കൾ 8-18 2 മക്കൾ 8-18 വചനം പ്രാർത്ഥിച്ചു. അവൾ 3-4 ദിവസമായി രാത്രിയിൽ പോലും അവൾക്ക് ഉറക്കമില്ലാതായി. ഒട്ടും ഉറങ്ങാൻ കഴിയില്ല. ഒരു ചോദ്യം, ഈ മകൾ സ്നേഹിക്കുന്ന, ഈ പെൺകുട്ടി സ്നേഹിക്കുന്ന ഭർത്താവിന്റെ ഭാര്യയാണ് ഞാനെങ്കിൽ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും? അത് അവളുടെ മനസ്സിൽ വല്ലാതെ ചിന്തിപ്പിച്ചു. അവൾക്ക് ഭ്രാന്ത് പോലെയോ ഒരു മനഃശാസ്ത്രത്തിനെ കൊണ്ട് ചികിത്സിപ്പിക്കുന്ന നിലയിലൊക്കെ വല്ലാതെ മൈൻഡ് മാറി. പക്ഷെ ഒരാഴ്ചയ്ക്ക് ശേഷം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ദൈവാനുഗ്രഹത്തിൽ അറിയാൻ കഴിഞ്ഞു, അവൾ പിന്മാറി എന്ന് പറയുമ്പോൾ ഓർക്കണം, നമ്മൾ മനുഷ്യൻ ഇടപെടുന്നത്. അവൾ ആരുടെ കൗൺസിലിംഗ് പോയാൽ ഉൾക്കൊള്ളില്ല. ആര് പറഞ്ഞാൽ തിരിച്ച് ഡബിൾ ഇരട്ടി പറയാൻ കഴിവുള്ളതാണ്. നമുക്ക് പറയുന്ന രീതിയിൽ പോകുന്നയാളല്ല. പിന്നെ അവൾ ആര് പ്രവർത്തിച്ചു? സ്വന്തം അപ്പനും അമ്മയ്ക്ക് പോലെ നിസ്സഹായ അവസ്ഥയുണ്ട്, പ്രാർത്ഥിക്കുന്നവരുടെ നിസ്സഹായ അവസ്ഥയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനം ആക്റ്റീവായി. കടയിൽ നിന്ന് മേടിക്കുന്ന ഫോൺ, 10,000 രൂപയുടെ ഫോൺ, അതേ കടയിൽ നിന്ന് ഞാൻ ഒരു സിം കാർഡ് മേടിച്ചു. ഇത് രണ്ട് പാക്കറ്റാണ് എന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരുന്നു എന്ന് വിചാരിച്ച് 10 ലൈറ്റും 10 മെഴുകുതിരി കത്തിച്ചു വെച്ചു എന്ന് വിളിച്ച് ആക്റ്റീവ് ആകുമോ ഇല്ലയോ? സിം പാക്കറ്റിനകത്തിരിക്കാൻ കവറിനകത്തിരിക്കുന്നിടത്തോളം കാലം എത്ര പാടുപെട്ടെന്ന് വിചാരിച്ചു, അതിലൊരു കോഡ് വരത്തില്ല, ഒരു ഔട്ട്കമിങ്ങോ ഒന്നും വരത്തില്ല. എന്നാണോ ആ സിം ആ കവർ ഒട്ടിച്ച് ഞാൻ ആ ഫോണിൽ ഇൻസ്റ്റേർട്ട് ചെയ്യണം, അതിന്റെ സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യണം. അപ്പോഴാണ് ആ സിം എന്റെ ഫോണിൽ ആക്റ്റീവ് ആയത്. ഇത്രയും മിനിമം കാര്യം ജീവിതം എടുത്ത് വീട്ടിൽ ബൈബിളിൽ കൊണ്ട് ഞാൻ എന്തൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് വിചാരിച്ച് അനുഗ്രഹം ഉള്ളിൽ വരണമെന്നില്ല. എന്നാണോ ആ വചനം വിശ്വാസത്തോടെ ഞാൻ ഇതിനകത്ത് ആക്റ്റീവ് ആക്കുന്നത്, എന്നാണോ ആ വചനം ഞാൻ വിശ്വസിക്കുന്നത്,
ഇന്ന് വരെ പിശാച് പോകത്തില്ല. രാത്രി 12 മണിക്ക് ഒരു മനുഷ്യൻ എഴുന്നേറ്റിട്ട് ഇരുട്ടേ പോ എന്ന് ബഹളം വെച്ചാൽ ഒരു ഇരുട്ട് പോകത്തില്ല. ഇരുട്ട് പോകാൻ എടുക്കേണ്ടത് വെളിച്ചമാണ്. ആ സ്വിച്ചിട്ട് ബഹളം വെക്കാതെ, ഒച്ച വെക്കാതെ ഇരുട്ട് പോകുന്നത് ബഹളം വെക്കാതെ ആ പോയി ആ സ്വിച്ച് ഇടുന്നു എന്നല്ലേ നമ്മൾ പറയുക. സ്വിച്ച് ഇടുമ്പോൾ ഇരുട്ട് പോകും, വെളിച്ചം വരുമ്പോൾ ഇരുട്ടിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇതാണ് എന്റെ ലോജിക്. നിങ്ങൾ പിശാചേ പോ എന്ന് പറയുമ്പോൾ പിശാച് പോകില്ല. പിന്നെയോ എന്നാണോ ദൈവവചനം വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നത് അന്ന് മുതൽ പിശാചിന് നിന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അതിന്റെ ബൈബിളിലെ സത്യമാണത്, യാഥാർത്ഥ്യമാണ്. നമുക്ക് ബഹളമല്ല ആവശ്യം, നമുക്ക് ബോധ്യങ്ങളാണ് ആവശ്യം. ബഹളങ്ങളുടെ കാലം കഴിഞ്ഞു, ബോധ്യങ്ങളുടെ കാലഘട്ടമാണ് വേണ്ടത്. ബോധ്യങ്ങൾ. കയ്യിൽ വെളിച്ചമുള്ളവനായി ഇരുട്ടിനെ പേടിക്കേണ്ടെന്ന്. ഞാൻ 2 മണിക്ക് ഇതിലൂടെ നടന്നു പോവുക, പക്ഷെ എന്റെ കയ്യിൽ നല്ലൊരു ടോർച്ചിനുണ്ട്. എനിക്ക് ഇരുട്ടിനെ പേടിക്കേണ്ട കാര്യമില്ല. എന്റെ കയ്യിൽ ടോർച്ചുണ്ട്, വെളിച്ചമുണ്ട്. എന്റെ കയ്യിൽ വെളിച്ചമില്ല. ഞാൻ 12 മണി സമയത്ത് റോട്ടിലൂടെ പോകുമ്പോൾ എനിക്ക് പേടിക്കണം. പാമ്പുണ്ടോ, വല്ല കുപ്പിച്ചിൽ കിടപ്പുണ്ടോ, കാല് മുറിയുമോ, കാല് തട്ടുമോ, വീഴുമോ? കയ്യിൽ വെളിച്ചമില്ലാത്തവനെ ഇരുട്ടിനെ പേടിക്കണം. കയ്യിൽ വെളിച്ചമുള്ളവനെ ഇരുട്ടിനെ പേടിക്കണം. നിങ്ങൾ കേൾക്കുന്ന വചനം വെളിച്ചമാണ്. ബൈബിൾ പറയുന്നു, എന്റെ വചനം നിന്റെ പാദത്തിന് വിളക്കാണ്. ഈ വിളക്കാണ് ആവശ്യം. ചൂടുള്ള പാത്രത്തിൽ, ഗ്യാസിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു പാത്രത്തെ, നല്ല പൊള്ളിയിരിക്കുന്ന പഴുത്തിരിക്കുന്ന പാത്രത്തെ കേറി പിടിച്ചാൽ പെട്ടെന്ന് കൈ വലിക്കും. എന്താ കാരണം? പൊള്ളിപ്പോയി. ദൈവവചനം വിശ്വസിക്കുന്ന ഒരുവരെ പിശാച് തൊട്ടാലും ഇങ്ങനെ സംഭവിക്കും. ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ നിൽക്കുന്ന ഒരുവരെ ലോകത്തിലെ ഏറ്റവും ശക്തനായ സാത്താൻ തൊട്ടാലും അവൻ കൈവലിക്കും. കാരണം അവൻ ദൈവത്തിൽ നിൽക്കുന്നവരാണ്. അവനെ തൊട്ടാൽ പെടും. അവന്റെ വീടിനെ തൊട്ടാൽ പിശാച് പെട്ടെന്ന് കൈയെടുക്കും. അവനെ തൊട്ട് കളിക്കാൻ നിൽക്കത്തില്ല. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് വേണ്ടത് ബഹളമല്ല, ബോധ്യങ്ങളാണ് കാലഘട്ടത്തിൽ ആവശ്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാൻ മാത്രമല്ല ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് വീട് കിട്ടാൻ വേണ്ടി മാത്രമല്ല, അത് ലഭിക്കും, അത് ദൈവം തരും. പക്ഷെ ഞാനിവിടെ പ്രസംഗിക്കുന്നത് വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാകാനാണ്. നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. നിങ്ങൾക്ക് ആത്മരക്ഷ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതാണ് ദൈവവചനം പ്രസംഗിക്കാൻ ദൈവം തന്ന നിയോഗം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ആ രക്ഷ വരുമ്പോൾ നിനക്ക് കിട്ടേണ്ട ജോലി ദൈവം തരാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിൽ ആവശ്യമായ വിടുതൽ ദൈവം തരാൻ തുടങ്ങും. നിനക്ക് വീടില്ലെന്നും നിനക്ക് മാത്രമല്ല ദൈവത്തിനും അറിയാം. നീ ഒരു പ്രതിസന്ധിയിലാണെന്നും നിനക്ക് മാത്രമല്ല ദൈവത്തിനും അറിയാം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങളിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കയ്യിൽ വെളിച്ചമുള്ളവരാകട്ടെ. ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് പോകുമ്പോൾ കയ്യിൽ വെളിച്ചമുള്ളവരാകട്ടെ. ഇരുട്ടിന് പേടിക്കണ്ടല്ലോ. ഇതേ കയ്യെത്തുന്ന ദൂരത്തിൽ സ്വിച്ച് ഉണ്ട്. എന്റെ സ്വിച്ച് ഇടാത്തത് ഇരുട്ടാണ്, പ്രശ്നമാണ്, പ്രയാസമാണ്. അതെ, കരഞ്ഞുകൊണ്ടിരിക്കാതെ ആ സ്വിച്ച് ലൈറ്റ് കത്തും, ബൾബ് വരും. ഇതുപോലെ ജീവിതത്തിൽ വലിയ കാരണം യേശു പറഞ്ഞത്, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ഫലം പുറപ്പെടുവിക്കും. ചേർന്ന് നിൽക്കാത്ത ശാഖ ഉണങ്ങും, വാടും, അതാടും. ഇതാ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഭാഷണല്ല ആവശ്യം. എല്ലാവരും ഭയങ്കര ഭാഷണമാണ്. പ്രാർത്ഥന ഒരു ഭാഷണമാണ്, ധ്യാനം ഒരു ഭാഷണമാണ്. എല്ലാവരും ഭാഷണ ചടങ്ങ് അതൊക്കെ മാറണം. ദൈവത്തോട് ആരാണോ ചേർന്ന് നിൽക്കുന്നത് അവൻ ഫലം പുറപ്പെടുവിക്കും. കാരണം ദൈവത്തിലുള്ളത് അവന്റെ ജീവിതത്തിൽ വരും. അതല്ലേ പറയുന്നത്. ഞാൻ മുന്തിരിച്ചെടിയുടെ ശാഖയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണെങ്കിൽ ദൈവത്തിലുള്ളത് എന്റെ ജീവിതത്തിൽ വരും. ദൈവത്തിലുള്ള ജീവൻ എനിക്ക് കിട്ടും. ദൈവത്തിലുള്ള ശക്തി എന്റെ ജീവിതത്തിൽ വരും. അത് സത്യമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാട്ടിക്കൂട്ടലിന്റെയും ആവശ്യമില്ല. അതുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, ദൈവമേ ഞാൻ നിന്നോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കുടുംബത്തെ നിന്നോട് ഞാൻ ചേർന്ന് നിർത്തി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലുള്ളത് നിന്റെ ഭവനത്തിൽ വരും. ദൈവത്തിലുള്ള സമാധാനം നിന്റെ ജീവിതത്തിൽ വരും. ദൈവത്തിലുള്ള വിടുതൽ നിന്റെ ജീവിതത്തിൽ വരും. ദൈവത്തിലുള്ള അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ കയറി വരും. നീ ചേർന്ന് നിന്നാ മതി. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം, മോശയെ ദൈവം വിളിച്ചു. എന്നിട്ട് മോശ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. മോശ പറഞ്ഞു, 4-ാം അധ്യായം ഇങ്ങനെ പറയുന്നത് എല്ലാവരും കേട്ട്. 4-ാം അധ്യായം തുടങ്ങിയാണ്. മോശ ദൈവത്തോട് പറഞ്ഞു, എന്നെ ആരും വിശ്വസിക്കുകയില്ല. എന്റെ നാക്ക് പ്രശ്നമാണ്.
എന്റെ നാക്കുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പോലും പറയാൻ ഒരുപാട് സമയമെടുക്കും. എനിക്ക് വിക്കുണ്ട്. ഞാൻ എങ്ങനെ ഇത്രയും വലിയ കൊട്ടാരത്തിൽ പോയി രാജാവിനോട് സംസാരിക്കും? അപ്പോൾ ദൈവം പറഞ്ഞൊരു ചോദ്യമാണ്. ദൈവം മോശയോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? എന്നാ പറഞ്ഞ? മോശ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് വടി. വടി എന്താ വടി? അതിന്റെ താഴെ വേറില്ല, അത് ഉണങ്ങിപ്പോയതാണ് പണ്ടേക്ക് പണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞു മോശയോട്, വടിയാണ് എന്ന് വിചാരിച്ച് ഒടിച്ചു കളയാൻ വരട്ടെ, അത് വലിച്ചെറിയാൻ വരട്ടെ, നീ അത് എന്റെ വാക്കനുസരിച്ച് താഴെ ഇട്ടു. മോശ ആ വടി താഴെ ഇട്ടു, അത് പാമ്പായി മാറി. അപ്പോൾ മോശ പേടിച്ച് പുറകോട്ട് മാറി. അപ്പോൾ ദൈവം പറഞ്ഞു, പേടിച്ചു പോകാതെ അതിന്റെ വാലെ പിടിക്കാൻ പറഞ്ഞു. മോശ ആ വചനം കേട്ട് ആ വാലെ പിടിച്ചപ്പോൾ വീണ്ടും അത് വടി ആ അതേ പഴയ രൂപത്തിലായി. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? നിന്റെ കയ്യിൽ ഇരിക്കുന്നതിനെ അത്ഭുതമാക്കാൻ ദൈവത്തിന് സാധിക്കും. ചിലപ്പോൾ നമ്മൾ പറയും, എന്റെ ഈ ഉണക്ക സർട്ടിഫിക്കറ്റ് ഉണ്ടോ? മോശയുടെ കയ്യിലിരിക്കുന്ന ഉണക്ക വടിയെപ്പോൾ ദൈവത്തിന് ഈ രൂപത്തിൽ മാറ്റാൻ കഴിയുമെങ്കിൽ ജീവനുള്ള നിന്നെ അതിനേക്കാൾ വലുതാക്കി മാറ്റാൻ സാധിക്കും. ഹല്ലേലൂയ. ഇത് ഈ മോശയുടെ കയ്യിലിരിക്കുന്ന വടി ഞാനാണ്. ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു ബുദ്ധിയില്ല, എനിക്കൊരു ശക്തിയില്ല, എനിക്ക് പലതൊന്നും എല്ലാരെ പോലെ വലുതൊന്നും എനിക്കറിയില്ല. സാരമില്ല, നീ ദൈവവചനം അനുസരിച്ച് നിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാനൊരു സാധാരണക്കാരൻ, നീ അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു സ്ഥലത്ത് നിൽക്കാൻ കാരണം ഈ വചനത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? അതൊരു വടി. ചുമ്മാ നിസ്സാരമായ ഒരു വടി എന്ന് പറയാൻ വരട്ടെ, അതുകൊണ്ട് നീ അത്ഭുതമായി മാറും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ്? അത് ദൈവം അത്ഭുതമാക്കി മാറ്റും. ചിലർ പറയും, എനിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് ചെറിയ പഠിപ്പൊക്കെ ഉള്ളൂ, അവർക്കൊക്കെ ഒത്തിരി ഉണ്ട്. നിന്റെ ഉള്ള വിദ്യാഭ്യാസം മതി ദൈവത്തിന് അത്ഭുതമാക്കാൻ. എനിക്ക് അവരെ പോലെ 5 മാറ്റേക്ക സ്ഥലമൊന്നുമില്ല, ആ 5 സെന്റ് സ്ഥലമുള്ളൂ, അത് ഒരുപാട് കടമൊക്കെ ഉണ്ട്. അത് മതി ദൈവത്തിന് നിന്നെ അത്ഭുതമാക്കാൻ. ദൈവത്തിന് നിന്നെ അത്ഭുതമാക്കാൻ ഒരു കൊച്ചു പറഞ്ഞു, എന്റെ അമ്മ മരിച്ചതാണ്, എന്റെ അപ്പച്ചൻ വീണ്ടും വേറെ കല്യാണം കഴിച്ചു, അതുകൊണ്ട് എന്റെ ഇപ്പോഴത്തെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, എന്റെ പപ്പായും എന്റെ കാര്യം ശ്രദ്ധിക്കാറില്ല, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ വീടും പറമ്പൊക്കെ ഇരിക്കണമെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി കടമാണ്, എനിക്ക് പഠിച്ച് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല, ഭയങ്കര വിഷമം, ഭയങ്കര കരച്ച്. അപ്പോൾ പറഞ്ഞു, പ്രാർത്ഥിക്കുക, ദൈവം ഒരു വഴി ഒരുക്കിയാലോ, ദൈവം ഒരു വഴി ഒരുക്കി, ദൈവം എനിക്കോ. യാദൃശ്ചികമായി അവരുടെ വീട്ടിൽ ഒരു വൈദികൻ വരാനിടയായി. അവർ ആ വീട്ടിൽ ആ അച്ഛൻ വരേണ്ട ഒരു കാര്യവുമില്ല. വളരെ നിസ്സാരമായ ഒരു സാഹചര്യത്തിൽ അച്ഛൻ വന്ന് ഒരു കട്ടൻ ചായ കുടിച്ചു, കട്ടൻ കാപ്പി കുടിച്ചു. അപ്പോൾ ആ മകളോട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു? അപ്പോൾ അവർ അവരുടെ വിഷയം പറഞ്ഞു. അപ്പോൾ ആ അച്ഛൻ അവരോട് പറയുകയാണ്, ജർമ്മനിയിൽ ഒരു കുടുംബമുണ്ട്, അവരുടെ വീട്ടിലെ കുഞ്ഞിനെ നോക്കാൻ ഒരാളെ ആവശ്യമുണ്ട്, ഞാൻ അവരോട് ചോദിച്ചു നോക്കട്ടെ, നിനക്ക് ആ കുഞ്ഞിനെ ഒന്ന് നോക്കാൻ പറ്റുമെങ്കിൽ അവരിതിനെ ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചോളൂ, അങ്ങനെയൊക്കെ താല്പര്യമുണ്ടോ? അന്നേരം തന്നെ പറഞ്ഞുകൊണ്ട് അവര് പോയി, ആ വൈദികൻ പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫോൺ വിളിച്ചു, ആ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നു, നീ അടുത്ത മാസത്തോടുകൂടി വീട്ടിൽ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി. അങ്ങനെ ഒരു വഴിയിലൂടെ അവർ അവിടെ ആ രാജ്യം എത്തുന്നു. ഇതിനേക്കാൾ മെഡിക്കലായ പലർക്കും ആ രാജ്യത്തിന്റെ അയലോകത്തോട് എത്താൻ പറ്റിയിട്ടില്ല. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ആ ദൈവത്തിന്റെ ഇടപെടലാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ വഴികളൊന്നും നടക്കത്തില്ല, ഈ വിദ്യാഭ്യാസം കൊണ്ടൊന്നും ശരിയാകത്തില്ല, ഈ പ്രാർത്ഥന കൊണ്ടൊന്നും ശരിയാകില്ല, ഈ വിശ്വാസം കൊണ്ടൊന്നും ശരിയാകില്ല, ഈ പ്രാർത്ഥനയായിട്ട് നടന്നിട്ട് കാര്യമില്ല. ആ കാര്യമില്ലെന്ന് പറഞ്ഞതായിരിക്കും നിന്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹം വരുന്ന കാര്യം. പിന്നെ ഇസ്രായേൽ ജനം ചെങ്കടലിനെ സമീപത്ത് നിന്നപ്പോ മോശ എടുത്തുയർത്തിയത് എന്നറിയോ? ഈ വടിയാണ്. വെള്ളത്തിനടിച്ചപ്പോൾ വെള്ളം രണ്ടായത്. ഇത് ദൈവശക്തിയുടെ ഒരു ആയുധമായി മാറി. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഈ വടിയുടെ സ്ഥാനത്തായിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ വിദ്യാഭ്യാസവും ഒക്കെ ഇരിക്കുന്നത്. ദൈവം നിന്റെ കയ്യിലുള്ളതിനെ അത്ഭുതമാക്കി മാറ്റും. പറഞ്ഞാൽ പോലും തിരിയാത്ത മോശ രാജ്യം
പോവുകയാണ്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും എവിടെയെങ്കിലും ഒക്കെ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഒന്നിന് കഴിവില്ലാത്ത മോശയെ കൊള്ളാവുന്ന കഴിവുള്ള ഒരുത്തനാക്കി മാറ്റിയത് ദൈവമാണ്. കൂടെ നിങ്ങൾ ഇതുപോലൊരു ദൈവത്തെയാണ് നമ്മളിപ്പോൾ ആരാധിക്കുന്നത്. ഒന്ന് എഴുന്നേറ്റ്